ഇന്ന് ഞാനിവിടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇഞ്ചിപ്പുളിയുടെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിൽ അടിക്കുക. മിക്സിയിൽ അത് അരഞ്ഞു പോകരുത്, അരയാതെ എടുക്കുക. കുറച്ച് പച്ചമുളക്, അതിനാവശ്യമായ പച്ചമുളക്, എരിവ് കൂടുതൽ വേണമെന്നുള്ളത് കൂടുതലിടാം. അത് എന്നിട്ട് അതിന് ശേഷം ചീനച്ചട്ടി വെച്ചിട്ട് ചീനച്ചട്ടിയിൽ ഇഞ്ചി പച്ചമുളകും നല്ലോണം വേപ്പിലയും കൂടി നല്ലോണം വഴറ്റിയെടുക്കുക. അതായത് ബ്രൗൺ നിറമാണ്. ബ്രൗൺ നിറം ആവുന്നത് വരെ ആ ചീനച്ചട്ടിയിൽ കുറേശ്ശെ ആവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലോണം ചെറു തീയിലിട്ട് നല്ലോണം ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ നല്ലോണം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഒരു മൺചട്ടി എടുക്കുക. മൺചട്ടിയിൽ വെള്ളമൊന്നും പാടില്ല, നല്ല ഉണങ്ങിയ മൺചട്ടി വേണം എടുക്കാൻ. അതിൻ്റെ അകത്തേക്ക് ഈ മുരിഞ്ഞ ഇഞ്ചി അതിൻ്റെ അകത്തേക്ക് ചേർക്കുക. അടുത്തായി ഇതിനാവശ്യമായ വാളംപുളി വെള്ളത്തിലിട്ടിട്ട് നല്ലോണം പിഴിഞ്ഞെടുക്കുക. വെള്ളം എടുക്കുമ്പോൾ തണുത്ത വെള്ളം എടുക്കരുത്, തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ വേണം ഇത് നല്ലോണം പിഴിഞ്ഞെടുക്കാൻ. പുളിവെള്ളം പിഴിഞ്ഞെടുത്ത് അതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. ഏകദേശം ഒരു 1.5 ഗ്ലാസ്സോളം വെള്ളം ഞാനതിനകത്ത് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. എന്നാലും അത് വറ്റുമ്പോൾ ഒരു കുറുകിയ പരുവത്തിലാവുള്ളൂ. അതിനാവശ്യമായ ശർക്കര ഇട്ട് കൊടുക്കുക. ശർക്കര ഇടുന്നത് ഇപ്പോൾ ഈ കറിക്കൊരു പ്രത്യേകത ഉള്ളത്, ആവശ്യത്തിന് മധുരവും ഉണ്ടാവും, എരിവുണ്ടാവും, പുളിയും ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് കുറുകി വരണം. കുറുകി വന്നിട്ട് വേണം നമുക്ക് താളിച്ചിടാനായി തന്നെ ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് മുളകും വേപ്പില ഇടുക. നമ്മൾ താളിച്ചെടുത്തെല്ലാം ഈ ഇഞ്ചിപ്പുളിയിലേക്ക് ഇടുക. ഇഞ്ചിപ്പുളി റെഡിയായി. ഈ ഇഞ്ചിപ്പുളി ഇപ്പോൾ എത്ര ദിവസം, ഒരു മാസം വരെ ചിലപ്പോൾ ഇരിക്കും. അത് നല്ലോണം ഇടയ്ക്കൊന്ന് ചൂടാക്കി വെച്ചാൽ മതി. ചട്ടിയിൽ തന്നെ ചൂടാക്കി വെക്കണമെങ്കിൽ നമുക്കത് എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളും. വേറെ വെള്ളമൊന്നും തൊടരുത്. നല്ല ഉണങ്ങിയ സ്പൂൺ വെച്ച് വേണം കറി എടുക്കാൻ. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ.